തൊപ്പി, ഷമീർ, മമ്മു, ജാസി ഈ വിഷയം ഒന്ന് കെട്ടടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടടങ്ങും. കാരണം എന്താ അറിയോ, പോലീസ് കേസാവും മിക്കവാറും. ഇതൊരു FIR ഒന്നും ഇട്ടിട്ടില്ല. എന്താണെങ്കിലും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ DGPക്കും ഒക്കെ ഇവർക്കെതിരെയുള്ള കംപ്ലൈൻറ്റുകൾ പോയിട്ടുണ്ട്. ഇവരിട്ട വീഡിയോസിൻ്റെ ലിങ്കൊക്കെ കൊടുത്ത് അതിനകത്ത് ഇവന്മാർ ഈ പറഞ്ഞ അപരാധങ്ങൾ തമ്മിൽ പറയുന്നുണ്ടല്ലോ. അതിനകത്ത് കേസ് ഉണ്ട്, ലഹരി കേസുണ്ട്. ഓൾറെഡി തൂഫാനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവന്മാർ ഈ പറയുന്ന സാധനങ്ങൾ ഇവന്മാർ പുറത്ത് വിട്ട വിഷ്വൽസ് ഓഡിയോസിനകത്തൊക്കെ ഭയങ്കര വലിയ ഭീകരമായ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തൊപ്പി ലൈഫ് ടൈം ഉണ്ടാക്കി വെച്ച പൈസ, മണി പവർ, മസിൽ പവർ, ഗുണ്ട പവർ എന്നൊക്കെ പറഞ്ഞ സാധനമൊന്നും ഇവിടെ വർക്കാകാൻ പോണില്ല. അതുകൊണ്ട് തൊപ്പി സൈഡാവും. ഷമീർ, മമ്മു, ആ ഗ്യാങ് അവന്മാർക്ക് പിന്നെ തൊപ്പിയുടെ പവറിൽ വിലസി നടന്നിരുന്ന ഒരു കാലത്ത് ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞത് കേസാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരും മുങ്ങി. പിന്നെ ഹനാൻഷ നല്ല ഒന്നാന്തരം വർക്കാണ് എടുത്തത്. അടിച്ച് കളഞ്ഞു ഇവന്മാരുടെ ചാനലിലും ഇവന്മാരുടെ വീഡിയോസൊക്കെ. അതുകൊണ്ട് ആ സൈഡിൽ അതുകൊണ്ട് പോയി കിട്ടുന്നുള്ള പേടിയുണ്ട്. ഇനിയിപ്പോൾ ചാനലും കൂടി പോയാൽ മതി. ഓൾറെഡി ജാസിൻ്റെയും മമ്മൂൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ സൈഡാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആകെ മൊത്തം ലോക്കാവും എന്നുള്ളത് മനസ്സിലാക്കി ഇവന്മാരെല്ലാം പരസ്പരം പറഞ്ഞിരുന്ന അപരാധങ്ങൾ നിർത്തി എല്ലാതും കൂടി മാളത്ത് പോയി ഒളിച്ചിട്ടുണ്ട്. എനിക്ക് ജനങ്ങളോട്, വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഇപ്പോൾ ഇവന്മാർ പോയി. നാളെ എങ്കിൽ ഞാൻ പറയുന്നു, വല്ല ഗിവ് അവേ ആയിട്ടോ ചാരിറ്റി വീഡിയോ ഒക്കെ ആയിട്ട് ഇനി സ്ക്രിപ്റ്റായിട്ട് ഇവന്മാർ വരും. ദയവ് ചെയ്ത് ഇവന്മാർ രണ്ടാമത്, ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ട് എന്താണെങ്കിലും ഇവന്മാരെ ഗ്ലോറിഫൈ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ പരിപാടി നിർത്തി. കാരണം തൊപ്പി ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, തൊപ്പിനോട് പറയാനുള്ളത്, ഞങ്ങളൊക്കെ തിന്നുന്നത് ഈ തിന്നുന്ന പോലെ തന്നെ നല്ല ഭക്ഷണമാണ്, തീട്ടമല്ല. ഓക്കെ, ഈ മാത്രമല്ല ഒരു ബുദ്ധിമാനുള്ളത്. എന്തോന്നട ഇത്, ഈ ഒരു അജ്മലാ? എടാ അന്നേക്കാൾ ബെറ്റർ അജ്മലിൻ്റെ വീഡിയോ ആയിരുന്നു. മനസ്സിലായില്ലേ? ഈ ഒരുമാതിരി അജ്മലിൻ്റെ 144B ആയിട്ട് വന്നിരുന്നിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ, കാണിക്കാൻ പറ്റില്ലേ, ഉണയ്ക്കാൻ പറ്റില്ലേ. നമ്മൾ പൊട്ടന്മാരാണല്ലോ. ഇത്രയും വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിഹാദ് തൊപ്പിയുടെ വോയിസ് കേട്ടാൽ മനസ്സിലാക്കാതിരിക്കാൻ എടാ ഒരു മിനിമം ബുദ്ധി സ്വയം വേണം. മനസ്സിലായോ? അല്ലാതെ അന്നെപ്പോലെ എല്ലാവരും പൊട്ടന്മാരാ മണ്ടന്മാരാന്ന് വിചാരിക്കാൻ പാടില്ല. പോലും ഇപ്പം എല്ലാം കൂടി ഏതിൻ്റെ തലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടവന്മാർ. അപ്പോൾ ഓക്കെ ഗൈസ്, സംഗതി DGPയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. FIR ആയിട്ടില്ല. അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ മാത്രമാണുള്ളത്. ഓക്കെ, നമുക്കിനി 1 by 1 ആയിട്ട് ഷമീർ ഇട്ട വീഡിയോ, തൊപ്പിട്ട വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോക്കാം. മൈക്ക് ഓക്കെ ആണോ? മൈക്ക് ഓക്കെയാണ്, പക്ഷേ ഈ ഓക്കെ അല്ല ഷമീറെ. ഈ ഒട്ടും ഓക്കെ അല്ല. എൻ്റെ ഇരുത്തും എൻ്റെ സംസാരമൊക്കെ കാണുമ്പോണ്ടല്ലോ, ഈ ഓക്കെ അല്ല. ഓക്കെ ആവരുത്, ഓക്കെ ആവാനും പാടില്ല. അങ്ങനെയൊക്കെയല്ലേ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. എന്തായാലും ഷമീർ അവിടെ ഓക്കെ ആവണ വരെ നമുക്ക് തൊപ്പീനൊന്ന് പോയേക്കാം. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. പരാതി കൊടുക്കാൻ വന്നതാണ്. എനിക്ക് ഒരു മിനിറ്റ് വണ്ടി വന്നിട്ട് ബാക്കി പറയാം. ഒന്ന് സമാധാനത്തിലിരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടമായിരുന്നു. ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാരിത് ക്രെഡിറ്റ് ആയിട്ട്, ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷൻ്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം. അത് തന്നെയാണ്, ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിങ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ചാണ്. ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ. ഇതാണ് ഇവരെ മൈൻഡ്. ഓക്കെ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമല്ലോ, പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന്. ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച്, അതായത് റിലേഷൻഷിപ്പില് പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയത് ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിയിട്ട്
എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്കാം. ഇത് എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ. ഇവര് വന്ന മുതലുള്ള പ്ലാൻ, ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. വീട്ടിനകത്തുനിന്ന് എൻ്റെ റൂമിനകത്തുനിന്ന് പച്ചല അടക്കുന്ന സാധനം, ആ ഒരു പച്ചല പോയി കണ്ടുപിടിച്ച് ഇവന്മാർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആ ഒരു സാധനം അണക്ക് എന്ത് ചെയ്യാം, ഇവന്മാർ സ്ക്രിപ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഈ ഇല്ലാത്തപ്പോൾ വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അണക്കതൊരു സോളിഡ് ഡിഫൻസ് അവിടെ വയ്ക്കാം. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ സംഗതികൾ എടാ, ഈ ഞാൻ പറഞ്ഞല്ലോ ഓവർ ബുദ്ധിമാനായിട്ട് അഭിനയിക്കില്ല തൊപ്പി, നോർമലാണ്, മനസ്സിലായോ? അല്ലാതെ നാട്ടുകാരെ പൊട്ടന്മാരാക്കാമെന്ന് വിചാരിച്ചിട്ടും സംസാരിക്കല്ലേ. ഇവന്മാർ പുറത്തു വിട്ടത് എൻ്റെ ഓഡിയോ ആണ്. ഓക്കെ, അത് AI അല്ല എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ അനക്ക് നല്ലൊരു കാര്യം ഉറപ്പാണ്, ഷമീറോ മമ്മുവോ ജാസിയോ ഇവന്മാർക്കാർക്കും ലീഗലി പോകാൻ ഉള്ള കപ്പാസിറ്റി ഇല്ല. ഫൈൻ, കപ്പാസിറ്റി ഇല്ല. അനക്ക് പിന്നെ പോലീസ് സ്റ്റേഷൻ കണ്ട് ഇപ്പോൾ ശീലമാണ്. കേസുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവന്മാർക്കെതിരെ കേസ് ഇട്ട് ഇവന്മാർക്ക് വള്ളി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. അതിൻ്റെ ഒരു ധൈര്യം എനിക്കുണ്ട്, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഇവന്മാർക്കെതിരെ പോകുമ്പോൾ എനിക്കുണ്ട്. ഓക്കെ, അവന്മാർ ഏത് എക്സ്ട്രീം വരെ പോകുന്ന എനിക്കറിയാം. ശരിക്ക് ഈ പറഞ്ഞ ഷമീറും ബാക്കി ടീമും ഈ പുറത്തിട്ട വീഡിയോ, അത് അവരുടെ പ്രൈവറ്റ് വീഡിയോ, എൻ്റെ വീട്ടിൽ നടന്ന സംഗതി ഈ പുറത്തിട്ടതാണ്. എൻ്റെ പ്രൈവറ്റ് ഓഡിയോ അവർ പുറത്തിട്ടു. അതിന് മുമ്പ് അതിന് തുടക്കം വെച്ചത്, ട്രിഗർ ചെയ്തത് ഈ അവരുടെ വീഡിയോ എടുത്ത് പുറത്തിട്ടിട്ട് അവരൊരു മാറെന്ന് പറഞ്ഞിട്ട് ടീംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ പിടിച്ച് പുറത്തിട്ടുകൊണ്ടാണ് നീ അങ്ങനെ എക്സ്പോസ് ചെയ്തു. അവന്മാർ നിന്നെ എങ്ങനെ എക്സ്പോസ് ചെയ്തു? അവന്മാർ നീ ടീം ആക്കിയപ്പോൾ നീ ടീമാന്ന് പറഞ്ഞിട്ട് ഇവന്മാർ തന്നെ ഈ കെയും ബി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഫുള്ള് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനമാണ്. അപ്പോൾ ഷമീറിനും ബാക്കി ടീമിനും ലീഗലി പോകാനുള്ള കപ്പാസിറ്റി ഇല്ലാന്ന് നല്ല രീതിയിൽ അറിയുന്ന നിനക്ക് ആ ഒരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് കാണും. പക്ഷെ അത് നീ നാട്ടുകാരുടെ അടുത്തേക്ക് എടുക്കാൻ നിൽക്കല്ലേ, മനസ്സിലായില്ലേ? അവന്മാർ നിൻ്റെ ഓഡിയോ പുറത്തിട്ടതും പ്രൈവസിയിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളെടുത്ത് പുറത്തിടുന്നതിനോടൊക്കെ ഞാൻ എതിരാണ്. കാരണം അതൊന്നുമല്ല ഒരാൾക്കെതിരെ തീർത്ത് കളയാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആയുധം. ഫ്രണ്ട്സ് ആയിട്ടിരുന്ന സമയത്ത് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക, പിന്നെ എടുത്ത് പുറത്തിടുക. നീ ചെയ്തതും അവന്മാർ ചെയ്തതും ഒരേ ഗ്രാവിറ്റിയിലുള്ള പരിപാടിയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരാൾ കുറഞ്ഞ് ഒരാൾ വിട്ടുകൊടുത്ത് അങ്ങനെയാണല്ലോ. ഒരു കാലത്ത് ഫ്രണ്ട്സായിട്ടൊക്കെ ഇരുന്ന് നമ്മളെ സ്ക്രിപ്റ്റ് ചെയ്ത് പറ്റിച്ച ആൾക്കാരല്ലേ. അപ്പോൾ അതിലൊരു 1% നിങ്ങൾക്കത് സ്ക്രിപ്റ്റിൻ്റെ അപ്പുറം ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തിട്ട് വേറൊരുത്തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തിടാതെ ഇരിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറം പോയി നിങ്ങളൊക്കെ. എന്നിട്ട് ഇനി വന്നിരുന്ന് കോണടക്കിയല്ലേ, ഞാൻ കേസ് കൊടുത്തു, ഞാൻ ഡിഫമേഷൻ കൊടുത്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്വേഷണം തുടങ്ങി FIR വീണ് കഴിഞ്ഞാണ്ടല്ലോ വേറെ കളിയായിരിക്കും ഇത്, മനസ്സിലായോ? പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, ഷമീറിനാണെങ്കിലും മമ്മൂനാണെങ്കിലും ഈ പറഞ്ഞ ജാസിക്കാണെങ്കിലും എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ ഞാൻ പറയാം. ഇപ്പോൾ തൊപ്പി ഇവന്മാർക്കെതിരെ കേസിന് പോകുന്നു, ഇവിടുത്തെ നിയമം ഇവന്മാർക്കെതിരെ തിരിയുന്നു, മീഡിയ തിരിയുന്നു, സോഷ്യൽ മീഡിയ തിരിയുന്നു. ഇതിലേതെങ്കിലും ഒന്നിങ്ങി നോക്കിക്കോ, തൊപ്പീൻ്റെ ഒപ്പം തന്നെ നിന്ന് തൊപ്പിക്ക് കാര്യങ്ങൾ ഉൾട്ട ചോർത്തി പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതാരാണ് ഈ 3 അല്ലെങ്കിൽ ഈ 3 പുറത്ത് ഇനി ഏതെങ്കിലും അഷ്ഫാക്കോ കൂട്ടത്തിലുള്ള എഡിറ്റേഴ്സോ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഞാൻ കാണുന്നത് നമ്മളിനി കാണാൻ പോണത് തൊപ്പിയുടെ ലൈവിൽ ഇവന്മാരിൽ ഏതെങ്കിലും ഒരാൾ വന്നിരിക്കുക, അല്ലെങ്കിൽ ഇവന്മാരുടെ വോയിസ് വരും. അതായത് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ഇന്നൊരു വ്യക്തിയാണ്. ഈ ഗ്രൂപ്പിലൊരു കിങ് പിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജാസിയാണെന്നാണ്, എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ്. ഇവന്മാർ കുറ്റസമ്മതം ഏറ്റു പറയുമല്ലോ തൊപ്പിയോട്. അങ്ങനെ വന്ന് തൊപ്പിയുടെ ഒരു വൈറ്റ് വാഷിംഗ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഈ നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, എൻ്റെ വോയിസ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു വോയിസ് പുറത്ത് വരുമ്പോൾ അത് AI ആവാൻ ചാൻസ് ഇല്ലേ. ഇനി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയേണ്ടത്. പിന്നെ ഈ P കേസും ഗർഭം ഉണ്ടാക്കിയ കാര്യം, അത് അലസിപ്പിച്ച കാര്യമൊക്കെ അതുണ്ടായവരും ഒന്ന് പറയണോ? അങ്ങനെയാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? എനിക്കറിയാവുന്ന, ഞാൻ ഈ അടുത്ത കാലത്ത് ഹാൻഡിൽ ചെയ്ത മോസ്റ്റ് മെജോറിറ്റി ഇങ്ങനത്തെ P കേസുകളും ഗർഭം അലസിപ്പിച്ച കേസുകളിലൊക്കെ വിക്ടിം വന്ന് വിളിച്ചു പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഒരു സെക്കൻഡ് പേഴ്സൺ വഴി ഇത് മീഡിയ അറിയുകയും അത് മീഡിയ ടേക്കപ്പ് ചെയ്തതിന് ശേഷം അവർ സേഫാണെന്ന് അറിയുമ്പോൾ മാത്രമേ വിക്ടിംസ് വരാറുള്ളൂ. ഈ ഇങ്ങനെ ഓപ്പണായിട്ട് എൻ്റെ ഗുണ്ടാബന്ധം വിളിച്ച് പറയുക, എൻ്റെ പൈസേൻ്റെ പവർ ഈ വിളിച്ച് പറയുക, ഇതൊക്കെ ഈ വിളിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു വിക്ടിം ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഒരു വിക്ടിം ഉണ്ടെങ്കിൽ ആ വിക്ടിം വന്നിട്ട്
അന്നെ ചൂണ്ടിക്കാണിക്കും ഒറ്റയടിക്ക്. ഇതിപ്പോൾ ഈ ഭീഷണിപ്പെടുത്താണ് വിക്ടിംസിനെ, വെല്ലുവിളിക്കല്ല, ഇത് ഭീഷണിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാതിരിക്കും. ഒതുങ്ങുകയാണെങ്കിൽ ഒതുങ്ങിപ്പോ, മനസ്സിലായില്ലേ? ഒതുങ്ങി പോകാൻ നല്ലത്. അല്ലാതെ ഇമാതിരി വന്നിരുന്നുള്ള ഭീഷണി പരിപാടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോ കാണിക്കലൊക്കെ അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു തൊപ്പീൻ്റെ. ഓക്കെ, ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് തന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്ത് വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അമ്മമാരെയും ടെസ്റ്റ് ചെയ്യണം. ഞാൻ ഡ്രഗ് അടിക്കുന്നുണ്ട് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുക്കുന്ന കാണിച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയാനാവും. ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണു വന്ന് പറയട്ടല്ല, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ. എന്തെങ്കിലും പരാതി ഉണ്ടോ? ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണ് കേസ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണ് കേസ് വന്നാ? എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുപോവാ? പബ്ലിക്കായി വന്നിരുന്ന പരാതിയും കൊണ്ടുപോവാ. അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ശരിയാണ്, വരില്ല എന്നുള്ളൊരു ഉറപ്പ് നിനക്കുള്ളത് കൊണ്ടാണ് നീ പറയുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വന്നാൽ നീ ഇതൊക്കെ മാറ്റി പറയൂ. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാതിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ നീ പറഞ്ഞ ലഹരിയുടെ സാധനങ്ങൾ, നിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇപ്പം നീ പറയുന്നുണ്ട് നീ ഉപയോഗിച്ചിട്ടേ ഇല്ല. എടാ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. നീയൊക്കെ ഈ സീനിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. ഇപ്പോൾ തൊപ്പി റിലേറ്റഡ് ആയിട്ട് ഈ വിഷയങ്ങൾ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ തരം സാധനങ്ങൾ ഇന്ത്യയിൽ കിട്ടിക്കാണും. ഒരു ഹിയർസേ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ നിങ്ങളുടെയൊക്കെ ഇനിയും അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ. പക്ഷേ ഞാൻ അഗെയിൻ പറയുന്നു, അതൊക്കെ പ്രൂഫുകളില്ലാതെ അല്ലെങ്കിൽ സോളിഡ് എവിഡൻസുകളില്ലാതെ ഞാനൊന്നും എവിടെ എടുത്തിടാറൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എയറിലുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്നുമല്ല, നിഴല് പോലെ എൻ്റെ ഒപ്പം 24/7 ഒപ്പം നടന്ന ആൾക്കാരാണ്. മനസ്സിലായോ? വർഷങ്ങളായിട്ട് ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് ഈ വന്നിരുന്ന് പറയുന്നത്. അവന്മാരെ സ്ക്രിപ്റ്റ് നിനക്ക് മനസ്സിലായില്ല, നീ മണ്ടന എന്നുള്ളത് നീ സ്വയം സമ്മതിക്കുന്നുണ്ട്. അവന്മാർ നിനക്കിട്ട് പണിയുന്നത് നീ മനസ്സിലാക്കിയില്ല എന്നും നീ പറയുന്നുണ്ട്. ശരി, അപ്പം നീ ഇവരുടെ ഫോണിലെ 3000 സംതിങ് വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്ക് തിരിച്ച് പണി വെച്ചതോ? അപ്പം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇല്ലാതെ നടന്ന ഐറ്റങ്ങളാണ്. ഓക്കെ, അപ്പം എല്ലാം ഒരുപോലെ തന്നെ. ഗ്യാങ് മൊത്തം ഒരുമാതിരി അപരാധിച്ച ഗ്യാങ്. അതിനകത്ത് ആ ഒരു മുനു മാത്രം ഒരു വേറെ എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നു. എനിക്കിപ്പോൾ അതാ മനസ്സിലായത്. ആ ഒരുത്തം മാത്രം ഇതിനകത്ത് നല്ല ജെന്യുവിനായിട്ട് നിൽക്കുന്നു. കുറച്ച് നല്ല ജെന്യുവിനായിട്ട് നിൽക്കുന്ന ഒരുത്തൻ, ബാക്കിയൊക്കെ കണക്കാ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യൂ, എന്നെ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ സാധാരണ യൂട്യൂബിലിരുന്ന് നമ്മളൊക്കെ പറയുന്ന കൊണകളെ പോലെ ആയിരിക്കില്ല സിസ്റ്റത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അന്വേഷണം വരും മോനെ, അത് ആദ്യം മുതൽ ഇങ്ങോട്ട് വരും. അതെങ്ങനെ വരും എന്നറിയോ? നമ്മളെ എല്ലാ ട്രാക്കും എടുക്കും, ഫിനാൻഷ്യൽ ട്രാക്ക് എടുക്കും. ലഹരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സിലേക്ക് പോവും. ലഹരി അടിച്ച് നമ്മളെ ഫ്രണ്ട്സ് വല്ലതും മരിച്ചിട്ടുണ്ടോ നോക്കും. അങ്ങനെ പല സാധനങ്ങളിലേക്ക് ഇത് പോകും. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെല്ലുവിളിക്കുമ്പോൾ സൂക്ഷിക്കുക. സിസ്റ്റത്തിനെയാണ് വെല്ലുവിളിക്കുന്നത്. പിന്നെ ഇരകളായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വരാതിരിക്കാനുള്ള ഒരു സംഗതിയായിട്ടും ഇത് കാണാൻ പറ്റും. ഞാനത് അങ്ങനെയാണ് കാണുന്നത്. വെല്ലുവിളി ഉണ്ടെങ്കിൽ വാടാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല, ഇത് എന്താ പറയുക, ഇത് കുറച്ചും കൂടിയും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഓപ്പോസിറ്റ് സൈഡിൽ തൊപ്പി നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഷെമീർ, ഈ പറഞ്ഞ ചെക്കന്മാരാ. പിന്നെ നീ പറഞ്ഞല്ലോ റീച്ചിന് വേണ്ടിയുള്ള നെഗറ്റീവ് റീച്ചിന് വേണ്ടിയുള്ള മൈൻഡ് സെറ്റാന്നുള്ളത്. ഈ നെഗറ്റീവ് റീച്ചിന് വേണ്ടിയുള്ള മൈൻഡ് സെറ്റ് ആരുണ്ടാക്കി കൊടുത്തത്? അല്ല, ആരെയും പറയുന്നതൊന്നും ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്നത്. നെഗറ്റീവ് റീച്ചിനുള്ള മൈൻഡ് സെറ്റ് സ്ക്രിപ്റ്റ് ഇട്ട് നെഗറ്റീവ് കണ്ടൻറ്റുകൾ ഉണ്ടാക്കി അതിലൂടെ റീച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള പഠിപ്പിച്ചു കൊടുത്തത് നീയാണ് അവരുടെ ആശാൻ. ഇത് നീ തന്നെ വന്നിരുന്നു പറയുന്നു അവന്മാർ നെഗറ്റീവ് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് പറയാൻ ഒരു അർഹത, ഒരു യോഗ്യത നിനക്കില്ല. ഓക്കെ,
അതുകൊണ്ട് അതൊന്നും പറയണ്ട, അവന്മാർ പഠിച്ചത് നിൻ്റെ കയ്യിലാണ്. ആ ആ ആ ഒരു പഠിത്തം പഠിച്ച കോളേജിലെ പ്രിൻസിപ്പൾ നീയാ. ആ ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. എടാ ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുവാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാനത് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിൽക്കാം. എടാ മോനെ, ഞാൻ വീണ്ടും പറയണു, ഇത് അജ്മലാവാൻ നോക്കല്ലേ. അജ്മൽ ഇൻ്റലിജൻസ് പോലെ ഈ തൊപ്പി ഇൻ്റലിജൻസ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ തൊപ്പി. ഈ എന്താ ഈ പറയുന്നത്? വോയിസ് പ്രോംപ്റ്റ് വെച്ചിട്ട് തൊപ്പീൻ്റെ വോയിസ് ഉണ്ടാക്കിയിട്ട് ഇത്രയും വോയിസ് ഒരു ക്രിയേറ്റ് ചെയ്തു എന്നോ? ഷമീറിനൊക്കെ അങ്ങനെയാണെങ്കിൽ നാളെ ഹോളിവുഡ് റേഞ്ചുള്ള സിനിമകളിലേക്കും ഉണ്ടാവുമല്ലോ. അവിടെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചില ആക്ടേഴ്സൊക്കെ ഷൂട്ടിനിടയിലോ അല്ലെങ്കിൽ അവർക്ക് മരിച്ചു പോയൊരു ഒരു ലെറ്റ്സ് ഒരു ആക്ടറിനെ അവർക്ക് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ദേ യൂസ് ഗ്രാഫിക്സ്, ദേ യൂസ് AI സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തൊപ്പീൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഷമീർ പ്രോംപ്റ്റ് ഉണ്ടാക്കി അത് AIക്ക് കൊടുത്ത്, അതും ഇങ്ങനത്തെ ഈ രീതിയിലുള്ള അത്രയും പിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എൻ്റെ സൗണ്ടിൽ ഉണ്ടാക്കിയിരുന്നോ? അതിന് ഷമീറും ടീമും മതിയല്ലോ. അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള AI ടെക്നീഷ്യൻസാണ് അവരെന്നുണ്ടെങ്കിൽ അവന്മാർക്ക് ഇങ്ങനെ ഈ അവരാധിച്ച ജോലി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയും കിടിലനാണ് ഇവർ AI ടെക്നോളജിയിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാർക്കത് പ്രൊഫഷനായിട്ട് എടുത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും, ചെയ്യാനും പറ്റും. പിന്നെ ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്, ചുമ്മാ കിട്ടുമോ? നീയേ 5 പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവന്മാർ കരയുന്നത്. എന്നിട്ട് അവന്മാർ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാശ് മുടക്കുമോ? ഈ എന്താ പറയുന്നത്, ChatGPTയിൽ ഫ്രീ ആയിട്ട് ട്രയൽ റൺ കിട്ടണോടത്ത് പോയിട്ട് പ്രോംപ്റ്റ് ഉണ്ടാക്കണ പോലെ എൻ്റെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരെയാണ് പറഞ്ഞു പറ്റിക്കുന്നത്? ഇത് ഏതെങ്കിലും മണ്ടന്മാരല്ലെങ്കിൽ ചെറിയ കുട്ടികൾ എൻ്റെ ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെറിയ കുട്ടികളൊന്നും ഇതിൽ വീഴൂല. ചെറിയ കുട്ടികൾക്ക് ഇപ്പം തന്നെ കാര്യം കത്തിയിട്ടുണ്ടാവും. കാരണം അവർക്ക് നമ്മളേക്കാൾ ബുദ്ധിയുണ്ട്. 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 4ാം ക്ലാസ്സും 8ാം ക്ലാസ്സിനൊക്കെ അവർക്ക് നമ്മളേക്കാൾ കൂടുതൽ AI എന്താണെന്നും പ്രോംപ്റ്റ് എന്താണെന്നും ഒരാളെ ശബ്ദം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ കോടികളും ലക്ഷങ്ങളും മുടക്കിയിട്ട് AI വോയിസുകൾ ക്ലിയർ അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്തതിന് വള്ളി പിടിച്ച് അത് ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി നടക്കുന്ന കാലഘട്ടത്തിൽ മോഹൻലാലും അല്ല, ഈ മമ്മൂട്ടിയല്ല, ഈ നിഹാദ് തൊപ്പിയാണ് എൻ്റെ വോയിസ് ഇത്ര ക്ലിയറായിട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അതൊക്കെ ആന തള്ളാണ് തൊപ്പി. ഇമാതിരി സാധനങ്ങളും കൊണ്ട് ദയവേത് ഇനി വരാതിരിക്കും. ഇനി ആ തളർന്നിരിക്കണ ഒരുത്തുണ്ടല്ലോ ഷമീർ, ഓൻ്റെ അടുത്തേക്ക് ഒന്ന് പോയേക്കാം. എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ ഇതിലും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആണ്. ഭയങ്കര സീനാണ് മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീനാണ്. നമ്മളതിൽ ഇങ്ങനെ ഇത്തരം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എന്തായാലും മിക്കവാറും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ എന്തായാലും പോവും. പിന്നെ ജാസീൻ്റെ ഇൻസ്റ്റ പോയി, ഓൻ്റെ യൂട്യൂബ് ചാനൽ പോയി, മമ്മൂൻ്റെ പോയി, എല്ലായിടത്തും ഇതൊക്കെ പോയി. മനസ്സിലായോ? അപ്പോൾ എൻ്റെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പോവുക. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. പൈസയും പവറും ഇതുള്ള ആളെ തെറ്റുകൾ എന്തെല്ലാമാണോ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചെയ്ത തെറ്റ്. പിന്നെ എപ്പം ജയിലിലാവുമെന്നും എപ്പം കേസ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എപ്പം വേണമെങ്കിലും ജയിലിലാകാം മീൻസ് ഒരിക്കലും ഡ്രഗിൻ്റെ കേസിനോ ഇതിനോ ഞാൻ ജയിലിലാവില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ നിന്ന് ഓൻ തന്ന് അടിച്ചല്ലാണ്ട് ഞാൻ അതിന് ശേഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കുണ്ടെന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നേ വരെ കുണ്ടം കളിച്ചിട്ടില്ല. റിമൂവ് ടാഗ് റിമൂവ് ചെയ്യാം. ഇനി പറഞ്ഞ പോലെ ജീവനോടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജയിലിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇല്ലാണ്ടെങ്കിൽ അറിയില്ല, ബാക്കി എന്താണെന്ന് അറിയില്ല. ഇനി നമുക്കിനി ജീവനോടുണ്ടെങ്കിൽ ജയിലിൽ പോയില്ലെങ്കിൽ എപ്പം കാണാം. ഓക്കെ ബൈ. ഈ പണമുള്ളവനാണ് പവറുള്ളവനാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇവനെതിരെ നിങ്ങൾ ഇറങ്ങിയത്, തൊപ്പിക്കെതിരെ. അപ്പോൾ ആവശ്യമായിട്ടുള്ള പ്രൂഫുകൾ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും നിങ്ങൾ ആലോചിച്ചില്ലേ? അതോ പാമ്പ് ജാസീൻ്റെ വാക്കും കെട്ട് ചാടി ഇറങ്ങിയതാണോ? ഞാൻ അഗെയിൻ പറയുന്നു, തൊപ്പിക്ക് എതിരെ നിങ്ങളിട്ട വോയിസുകളൊക്കെ തൊപ്പിയുടെ വോയിസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊരു AI ഉണ്ടെന്നൊന്നും
ഞാൻ വിശ്വസിക്കില്ല. ഓക്കെ, ഞാൻ പൊട്ടാനല്ല. അതുപോലെ നിൻ്റെ വീഡിയോ അത് നീ ചെയ്യാന്ന് പറഞ്ഞു വരാതിരുന്നാൽ എനിക്ക് നല്ലത്. പിന്നെ അറ്റ്ലീസ്റ്റ് നീ സമ്മതിച്ചു ഷമീറെ, നീ ഉപയോഗിച്ചിട്ടുണ്ട്. തൊപ്പി തന്നിട്ടാണെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓൻ തന്നു, ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. കൊള്ളാം. അപ്പം എന്താണെങ്കിലും ഇവിടുത്തെ സിസ്റ്റം തൂഫാൻ പരിപാടികളൊക്കെ വരട്ടെ. നിങ്ങളെ പിന്നാലെ വരണമല്ലോ, വരാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം എന്താണെങ്കിലും ഇവന്മാരും ഒതുങ്ങി, അവനും ഒതുങ്ങി. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇവരെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ, ഞാൻ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ പറയുകയാണ്, ഞാൻ മറ്റേ ജ്യോത്സ്യനോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഇവന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ അപ്പുറത്തേക്ക് ചാടും. കാരണം നിക്കക്കള്ളി ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ പെരയെ കയറ്റൂല, കൂട്ടക്കാരും കുടുംബക്കാരും അടുപ്പിക്കില്ല, ഇത്ര കാലം വിളിച്ച ഫാൻസ് ഇല്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തൊപ്പീൻ്റെ അടുത്ത് ബാക്കിയുള്ളവർ ഇട്ട് കൊടുത്തിട്ട് അവിടെ പോയി നിൽക്കുക എന്നുള്ള വിചാരത്തിൽ അവിടെ പോയി എന്തെങ്കിലും നിൽക്കാൻ ഏതെങ്കിലും ഒരുത്തൻ ചാടിയാൽ അത് ഇതൊക്കെ തന്നെ സഹിക്കേണ്ടി വരും. ഇതിനുള്ള അച്ചായൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അച്ചായൻ ഇതിൻ്റെ ഇടയിലല്ല കേട്ടോ, അച്ചായൻ ഇവരുടെ കൂട്ടത്തിൽ ആദ്യം തൊപ്പിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളല്ല, ഇവരുടെ കൂട്ടത്തിലും അല്ല, ആദ്യം തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അച്ചായൻ്റെ ഒരു വേർഷൻ എന്താ ഇതിൽ എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഞാൻ അച്ചായൻ്റെ ഒരു വീഡിയോ കണ്ടത്. അച്ചായൻ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയപ്പോണ്ടല്ലോ, ഹീ മേക്ക് സെൻസ് നൗ. അയാളുണ്ട്, അയാൾ കുറച്ച് കാര്യം പറയുന്നുണ്ട്. ചേട്ടൻ്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തൊപ്പി ക്യാഷ് വല്ലതും തന്നോ? ഇല്ലയോ? അവന് ക്രിപ്റ്റോ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതെ, അവൻ സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ എന്തിനാണ് വെറുതെ ഇവിടെ പറഞ്ഞത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്ത്, നിങ്ങൾ കൊണ്ടുത്തരുമോ ഇപ്പോൾ തന്നില്ലെങ്കിൽ? അല്ലെ തന്നത് കുറഞ്ഞു പോയെങ്കിൽ അച്ചായ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ഇത്രയും തരാമെന്ന് പറയുമോ? ഇല്ലല്ലോ. ലിവ് ദാറ്റ്. റാംബോ ഒരു ഡോഗ്. സീരിയസ്ലി, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയുടെ പേര് റാംബോ എന്ന്. ഞാൻ അവനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. വാട്ട് അബൌട്ട് മമ്മു? ഇപ്പം പറയണ കാര്യം എന്താണെന്ന് പോലും പറയാനും അത് പറഞ്ഞു തീർക്കാൻ പോലുമുള്ള ബോധവും ബുദ്ധി ഇല്ലാത്തൊരുത്തൻ, വിദ്യാഭ്യാസവും വിവരവും 7 അയലൊക്കത്തൂടി പോകാത്തൊരുത്തൻ, തേങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് കേൾക്കണ ഒരുത്തൻ. ഞാൻ അന്ന് തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ ഇത് നടപടിയാണ്, കേസല്ലെന്ന്. വാട്ട് അബൌട്ട് മുന്നു ഈസ് എ ജം. മുനു എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പ്രശ്നങ്ങളെ നേരിടാനും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും കൂട്ടത്തിൽ നിൽക്കാനും ഒക്കെ പറ്റുന്നൊരു കൂട്ടുകാരനാണ് മുനു. അപ്പോൾ മുനു എന്ന് പറയുന്ന വ്യക്തിക്ക് വേറൊരു ലെവൽ റേഞ്ചാണ്. പിന്നെ അവനെ ഈ കൂട്ടത്തിലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞ് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ബോധവും ബുദ്ധിയും തലയ്ക്കാത്ത ആൾതാമസമുള്ളൊരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. മോശമാണ് തൊപ്പിയുടെ വോയിസ് ക്ലിപ്പ്, അത് ഒറിജിനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും മോശമാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. തൊപ്പിയുടെ വോയിസ് ക്ലിപ്പ് ഒറിജിനൽ ആണെങ്കിൽ അത് വളരെ മോശമാണ്. നമ്മളത് ഒറിജിനൽ ആണെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫൈറ്റ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഈ വോയിസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ തീരുമാനിക്കരുത്. കാരണം ഇപ്പോൾ ഒത്തിരി സാധ്യതകളുള്ളതാണ്. ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നത് അങ്ങനെയല്ല. ഇനി ഒരുപക്ഷെ ഇനി അവൻ്റെ ഒറിജിനൽ വോയിസ് ആണെങ്കിൽ അവൻ കാണിച്ചത് മഹാപിറപ്പാണ്, പറഞ്ഞത് മഹാപിറപ്പാണ്. പിന്നെ അതിൻ്റെ കൊടുത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, സപ്പോർട്ട് ചെയ്യാമെന്ന് ഒരിക്കലും കരുതരുത്. കാര്യം തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു യാത്ര പോകുമ്പോൾ, നമ്മളൊരു അടിച്ചുപൊളി മൂഡിൽ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് നോർമലി കമൻറ്റ് ചെയ്യാറുണ്ട്, ഇല്ലേ? നിങ്ങൾ ചെയ്യാറില്ലേ? അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിനെ വേറൊരു രീതിയിൽ നമ്മൾ പറയുന്നതിനൊക്കെ ഒരു മര്യാദ ഉണ്ടാവും. ഇപ്പം ഈ പറഞ്ഞതൊക്കെ മര്യാദയുടെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെ ആരും അറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് വെളിയിൽ കാണിക്കുക എന്ന് പറയുന്നത് മഹാദരിദ്രമാണ്. അതിനോട് ഞാൻ എന്ത് പറയാനാണ്? അപ്പം അതൊരു പ്രശ്നത്തിൽ നിന്നും വേറൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന വഴിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അത്രയ്ക്കൊക്കെ ശത്രുത ഉണ്ടാവേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനകത്ത്? ഇനിയിപ്പോൾ അത് ഒറിജിനൽ ആണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒറിജിനൽ അല്ലെങ്കിൽ യവന്മാർ പെടും. ഡിഡ് യു കോൾ റാംബോ ഓർ മുനു? ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ റാംബോനെ ഒന്നും എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വിളിക്കാറില്ല. കേട്ടില്ല നിങ്ങൾ? ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, മുനു എന്ന് പറഞ്ഞ ഒരാൾ മാത്രമാണ് അതിനകത്ത് കുറച്ചെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരാൾ. മനസ്സിലായോ? അല്ലാതെ അതിനകത്ത് ഒരുത്തിനും ഒരു ക്വാളിറ്റി ഇല്ല, ലൈഫിലൊരു ക്വാളിറ്റി ഇല്ല, ഒരു എത്തിക്സും ഇല്ലാത്ത ജന്മങ്ങളാണ് ഈറ്റങ്ങളൊക്കെ. മുനവർ ഉള്ളത് കൊണ്ട് അവിടെ പല പ്രശ്നങ്ങളും ഇതിന് മുമ്പുള്ളതൊന്നും പുറത്തു ചാടിയില്ല. ഈ വിഷയത്തിലും ഞാൻ പറയുന്നു, മുനു ഈസ് എ ഡിഫറെൻറ്റ് എൻറ്റിറ്റി. മുനവർ ഒരു ഡിഫറെൻറ്റ് സ്പെസിമെനാണ് അവരുടെ കൂട്ടത്തിൽ. മുനവർ ആ സിനിമ റിലേറ്റഡ് കാര്യം പറഞ്ഞ് മുനവർ പോയി,
പാവം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മുനവറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മുനവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അച്ചായനും അത് തന്നെയാണ് പറയാനുള്ളത്. അല്ല റാംബോനെ കുറിച്ചോ ഈ പറഞ്ഞ മമ്മൂനെ കുറിച്ചിട്ടൊന്നും അച്ചായനും വലിയ ഇല്ല. പിന്നെ ഏറ്റവും പറ്റും എന്ത് ലൈവ് ഇട്ടിട്ട് വന്നിരുന്ന് ഇനി 10 തെറി വിളിക്കാനോ വെല്ലു വിളിക്കാനോ ഒക്കെ. അതിനപ്പുറത്തേക്കുള്ളൊരു ഇല്ല ഉമ്മാരൊന്നും. പിന്നെ തൊപ്പിയുടെ കയ്യിൽ ഞാൻ പറഞ്ഞു ഫെയിമും കാശും വന്ന സമയത്ത് ഒപ്പം കൂടിയ കുറേ വാലുകളുണ്ട്, അതിൽ കുറച്ച് ഗുണ്ടകളുണ്ടാവും. പിന്നെ വക്കീലും സെറ്റപ്പും കാശുണ്ടെങ്കിൽ ഇപ്പോൾ ഓബിയസ്ലി നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല വക്കീൽ, സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളായിട്ട് നല്ല റിലേഷൻ, അതൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന പരിപാടികൾ. അതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പരിധി വരെ തൊപ്പിയും സർവൈവ് ചെയ്ത് പോകുമായിരിക്കും. അങ്ങനെയാണല്ലോ മണി പവറും പൊളിറ്റിക്കൽ പവർ മസിൽ പവർ എന്ന് പറഞ്ഞ സാധനം. മറ്റന്മാർക്ക് അതും ഇല്ലാത്തതുകൊണ്ട് അതുമില്ല. അപ്പം എന്തായാലും അച്ചായന് കൃത്യമായിട്ട് അറിയാം കാര്യങ്ങൾ. അച്ചായൻ അറിയാത്ത വിഷയമൊന്നുമില്ല. ബട്ട് അച്ചായൻ വെൽ പ്ലേഡ്. കാരണം നല്ലതാണ്, മാറി നിൽക്കുന്നതാണ് ബെറ്റർ അച്ചായൻ. കാരണം ഒരു കാലത്ത് ഇവരൊപ്പം ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോഴും ഇതിലേക്കൊന്നും പോവാതിരിക്കുന്നത് കൊണ്ട് അച്ചായന് ഇപ്പോഴത്തെ ലൈഫിലൊരു പീസ് ഉണ്ടാവും. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലത്. പിന്നെ ഈ പറഞ്ഞ ഇവൻ്റെ കാര്യം പറഞ്ഞത്, മുനവറിൻ്റെ കാര്യം പറഞ്ഞത് നന്നായി. ഇപ്പം ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവനൊരു ലൈഫുള്ളതാണ്, പ്രൊഫഷനുള്ളതാണ്. ഇവന്മാരൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് അവനൊന്നും പറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുക എന്നുള്ളത് ഞാൻ പറഞ്ഞു, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് ഞാനത് പറഞ്ഞു. അച്ചായനും അതന്നെ പറഞ്ഞു. ഇനി നമുക്ക് ഈ വിഷയങ്ങൾ തുടങ്ങുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത് RP അതുപോലെ കിക്കിൻ്റെ കോൺട്രാക്റ്റ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കിക്കിൻ്റെ കോൺട്രാക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. കഴിഞ്ഞ വീഡിയോസിൽ തൊപ്പി ചെയ്ത ഷമീറിൻ്റെ ഓഡിയോ വെച്ചിട്ടുള്ള എക്സ്പോസ് ഷമീറിലൊക്കെ ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. 16 മിനിറ്റുള്ള ഒരു ഓഡിയോൻ്റെ ഒരു മെയിൻ പോർഷൻ. അതായത് ഷമീർ എന്ന് പറയുകയാണ് കിക്കിനകത്ത് ഇത്ര മണിക്കൂർ വീഡിയോ ചെയ്താൽ ഇത്ര രൂപ കിട്ടും എന്നുള്ളൊരു സാധനം. ആ സാധനമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ, കിക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് വലിയൊരു റവന്യൂ ഉണ്ട്. അപ്പോൾ ഇവർക്ക് കിക്ക് കോൺട്രാക്റ്റ് വേണം. തൊപ്പി ത്രൂവോ അല്ലെങ്കിൽ ഇവന്മാർക്ക് വരുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് ലൈവ് വ്യൂവേഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു ബേസായിട്ടുള്ള സാധനം. അത് റാംബോയ്ക്കും വേണം, ഷമീറിനും വേണം, മമ്മൂനും വേണം, എല്ലാവർക്കും വേണം ഈ സാധനം. യൂട്യൂബിനേക്കാൾ കൂടുതൽ ഇവന്മാർക്ക് ഈ സാധനം വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു തരം കുത്തിക്കഴപ്പ് ഇവന്മാർക്കുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാം, അതിന് എത്ര വ്യൂസ് കൊണ്ടുവരാം, അതിന് എവിടെ നിന്ന് ഈ വ്യൂസിനെ ഉണ്ടാക്കാം, കോൺട്രവേഴ്സി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഇവന്മാരുടെ ഒരു സൈഡ്. അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഈ തൊപ്പി തന്നെയാണ്. പിന്നെയുള്ളൊരു സാധനം എന്ന് വെച്ചാൽ RP കളിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഗെയിമിനിടയിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ, ഗ്യാങ്സ് തമ്മിലുള്ള വിഷയം, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള വിഷയം, അവിടെ നിന്നൊക്കെയാണ് ഈ വിഷയങ്ങൾ സ്റ്റാർട്ടാവുന്നത്. അതിൽ തന്നെ റാംബോയും ഷമീറും ഒക്കെ തമ്മിലുള്ള വിഷയങ്ങൾ, ഈഗോ ക്ലാഷുകളിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു പൊട്ടിമുളച്ചുള്ളത്. ഇതിൻ്റെയൊക്കെ പുറത്ത് വരുക, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇവന്മാർ പിടിക്കുമായിരുന്നു, ഇനിയും കുറച്ച് കാലം കൂടി പോവുമായിരുന്നു. പക്ഷെ അല്ല, ഇതൊക്കെ അവിടുന്ന് തുടങ്ങിയാണ്. അപ്പോൾ ഓബ്വിയസ്ലി അവിടെ നമുക്ക് TVA അതേപോലെ ഈഗിള് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം RPക്കകത്ത് ഗ്യാങ്ങായിട്ട് ഇവന്മാരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയം ഉണ്ടായ സമയത്ത് ഇതിലേക്ക് ഈഗിളിനെ വലിച്ചിടാൻ വേണ്ടിയിട്ട് ഇവന്മാർ നല്ല ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ കമൻറ്റ് ബോക്സിനകത്ത് ചാറ്റ് ചെയ്യുന്നവരും ഒക്കെ ഈഗിളിനെ കൊടുന്നിടണം. അങ്ങനെ കുറച്ച് പേരുകൾ കൊടുക്കണം, അതിന് ഈഗിളിനെ കൊടുന്നിടണം. അതിൽ തന്നെ വെരി അൺഫോർച്ചുനേറ്റ്ലി റിയാക്ഷൻ വീഡിയോ എന്ന് ഈഗിൾ പറഞ്ഞ കുറച്ച് പേര്, അത് ആരാന്നുള്ള ഈഗിൾ എക്സ്പോസ് ചെയ്തിട്ടില്ല. ഈഗിൾ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ആരാന്ന് അറിഞ്ഞാൽ മതി. കുറച്ച് ആൾക്കാർ ഈഗിളിൻ്റെ പിന്നാലെ, ഓഹോ അപ്പോൾ തൊപ്പി ഇങ്ങനെയാണെന്ന്, പിന്നെ ഈഗിൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈഗിളിൻ്റെ പിന്നാലെ പോയി എന്നാണ് ഈഗിൾ പറയുന്നത്. അതൊന്ന് കേട്ടോക്കാം. അല്ലെ, ഈ ഇഷ്യൂ വന്നപ്പം തൊപ്പിയുടെ ആയാലും ഷമീറിന്റെ ആയാലും കമന്റ് സെക്ഷനിൽ എന്റെ കുറച്ച് പേര് ഇങ്ങനെ എടുത്തിടുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും ഇതാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ. ഒന്നത്തെ കാര്യം തൊപ്പിയുടെ എന്നൊക്കെ പറഞ്ഞ കാര്യത്തിന്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ടും കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നല്ലോ അളിയാ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം വിട്ടോ, അതിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തെ അളിയ, ഈ വെളിയില് ഈ മറ്റേ കുറെ ലീച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ സിറ്റുവേഷൻ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫേസ് ക്യാം ഇട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് മറ്റേ കുടുംബശ്രീ പറയുന്ന കുറെ അമ്മമാരുണ്ടല്ലോ, ഇവന്മാർക്ക് ഇൻഫോ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് കേട്ടാ. ഈ ഇൻഫോ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പിനകത്ത് ഇവന്മാരുടെ പുതിയ അന്വേഷണം, ഇവന്മാർക്ക് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണ്ട, അത് കഴിഞ്ഞ്, അതവർക്ക് ആഘോഷം കഴിഞ്ഞ്
ഇതിനകത്തുണ്ടല്ലോ അളിയ, ഇതിനകത്ത് ഇനി അടുത്തത് വേണ്ടുന്നത് എന്റെ പെണ്ണ് കേസ്, എന്റെ അണ്ടി കേസ്, എന്റെ പറി കേസാണ്. മനസ്സിലായ ഇവന്മാർക്ക്? ഇതില് രണ്ടു മൂന്ന് ഈ കണ്ടന്റ് ഇടുന്ന രണ്ടു മൂന്ന് അമ്മമാരുണ്ട് കേരളത്തിൽ. എനിക്ക് പേര് പറയാനല്ല, ഞാൻ അല്ലാതെ പറഞ്ഞോളാം. ഇവന്മാരത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞതുകൊണ്ട് എനിക്കത് വലിയ ഇതായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പബ്ലിക് ഗ്രൂപ്പിൽ അവൻ ഏതെങ്കിലും ഒരു തായോളി എന്റെ പേര് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അളിയ അവനത് കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലെങ്കിൽ അളിയ ഞാൻ അവനെ ജയിലിൽ കയറ്റും. ഞാനൊരു 10, 50, 60 കോളേജിൽ ഞാൻ വെളിയിൽ പോയി പബ്ലിക് ഷോസും മറ്റേ അണ്ടി ഇതെല്ലാം ചെയ്യുന്നതാണ്. എന്നെ പറ്റി ഏതെങ്കിലും ഒരു പെങ്കൊച്ച് വന്ന് ഇങ്ങനെ ഒരു അപരാധം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ അണ്ടി ലൈവ് ഇട്ടി എൻ്റെ അണ്ടി വെട്ടി കടലിലെറിയും. മനസ്സിലായേ? ഞാൻ എൻ്റെ സാമാനം വെട്ടി ലൈവ് ഇട്ടി എൻ്റെ സാമാനം വെട്ടി കളയും. അതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. അതിന് മുകളിൽ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ കൊണ്ടുവരണം. മനസ്സിലായി? ഞാൻ അളിയ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൽ ഏകദേശം ഒരു 50 കോളേജിൽ ഷോസ് ചെയ്ത് ഒരു 100 കോളേജിൽ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനോടോ ഏതെങ്കിലും ഒരാളുടെ അടുത്തോ ഫാക്കൽറ്റീസിന്റെ അടുത്തോ അവിടുത്തെ ഉള്ള ഒരാളുടെ അടുത്ത് മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ അളിയ, ഇവന്മാരുടെ ഫ്രസ്ട്രേഷൻ വേറെ അളിയ. അതായത് ഈ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരാളെ കിട്ടുവാണെങ്കിൽ ആ പ്രശ്നം ഉള്ളവന്റെ കൂടെ അപ്പുറത്ത് ആരും നീറ്റായിട്ട് നിൽക്കുന്നോ അവരുടെ എന്തെങ്കിലും കിട്ടുമെന്നാണ് ഇവന്മാർക്ക് ആദ്യം അറിയേണ്ടത്. ഈ പ്രശ്നമുള്ളവന്മാരെ പിന്നെ വേണ്ട അളിയ ഇവർക്ക്. അവന്റെയൊക്കെ അന്വേഷണം. എടാ നിന്റെയൊക്കെ മോളിൽ കുറെ അവന്മാര് ഗൈസ്, ഈ എന്റെ കാസറ്റും ബാക്കി മറ്റേ ഡ്രേക്കും ഇവരൊക്കെ മറ്റേ കേരളം കത്തി അൻവിന്റെ ഇഷ്യൂവിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഫോട്ടോ 10 വട്ടം സ്റ്റോറി ഇട്ടിട്ട് എന്നെ പറ്റി എന്തെങ്കിലും ഒരു അലിഗേഷൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് 100 സ്റ്റോറി ഇട്ടവരവര്. 100 സ്റ്റോറി. മനസ്സിലായ? 100 സ്റ്റോറി ഇട്ടവരാണ് ഈ പറയുന്ന ഡോക്ടർ ഡ്രേക്കും മറ്റേ അവരൊക്കെ. അന്ന് നിങ്ങൾക്ക് പബ്ലിക്കിന് ആർക്ക് വേണേലും പോയി പറയാമായിരുന്നു എന്നെ പറ്റി ഒരു അലിഗേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ഒരുത്തിനെ കട്ടോ മോട്ടിച്ചോ പറ്റിച്ചോ അല്ലെങ്കിൽ വല്ല ഈ പറയണത് പോലെ പെണ്ണേസോ അണ്ടിക്കേസോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവന്മാർക്ക് വന്ന് പറയായിരുന്നു. അവിടെ ഒരുത്തനും ഒരാള് പോലും വന്നിട്ടില്ല. കേട്ടല്ലോ? അതായത് തൊപ്പി ഈസ് എക്സ്പോസ്ഡ് നൗ. ഇനി അടുത്ത് ഈഗിളിനെ എക്സ്പോസ് ചെയ്യണം. കുറേ പേര് എക്സ്പോസ് ചെയ്യാൻ നടക്കുന്നുണ്ട്. സീക്രട്ട് ഏജന്റിനെ എക്സ്പോസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു സിമിലർ സിനാരിയോ, സിമിലർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഈഗിൾ ഫേസ് ചെയ്തത്. അതായത് നമ്മളെ വിളിക്കുന്ന, നമ്മളറിയുന്ന മുഖങ്ങൾ, ഓക്കെ, അതായത് ഒരേ നീഷിനകത്തോ ഒരു എന്താ പറയുക എക്കോസിസ്റ്റത്തിനകത്തോ എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഇതിനകത്ത് അങ്ങനത്തെ ആളുകൾ നമ്മളുടെ പാസ്റ്റ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇതിപ്പോൾ ഞാൻ ബിഗ് ബോസ് പോയപ്പോൾ ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ പാസ്റ്റ് അറിയണം, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക സായി എന്താ, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും കിട്ടുമോ, ഇങ്ങനെയൊക്കെ നടന്ന ആൾക്കാർ എനിക്ക് ബിഗ് ബോസ് ടൈമിൽ ഉണ്ട്. സ്നേഹിയും ജിത്തുബായൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറേ പേരുണ്ട്. അതായത് സീക്രട്ട് ഏജന്റിനെ എക്സ്പോസ് ചെയ്യണം. ഡ്രേക്കിൻ്റെ അടുത്തും കാസറ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ടൊക്കെ അവരാണല്ലോ എക്സ്പോസ് ചെയ്യാൻ ഇവന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് സീക്രട്ട് ഏജന്റിനെ എക്സ്പോസ് ചെയ്യും, ഏജന്റിനെ എക്സ്പോസ് ചെയ്യും. എടാ ഞാനേ ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ്. ഞാൻ തന്നെ വന്നിരുന്ന എല്ലാം പറയാറുണ്ട് എന്നെക്കുറിച്ച്. ഓക്കെ, പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാതിരിക്കുന്നത് ബിക്കോസ് അതിൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതൊന്നും വന്നിരുന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വെച്ച് അവരാധിച്ചോ. ഇപ്പോൾ ബിഗ് ബോസിനകത്ത് പോയപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ഇഷ്യൂസ് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് സോർട്ട് ചെയ്യാൻ വേണ്ടി പോയി, ഞാൻ സോർട്ട് ചെയ്ത് തിരിച്ചു വന്നു. പക്ഷെ അതുവരെ എന്താ പറയുക, അത് ഏത് രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളത് എനിക്കറിയാം. ഇറ്റ് ഹാപ്പൻസ്. ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ പറയുമ്പോൾ അതിന് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യും. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എന്നെയും ചെയ്യും. സോ അതൊക്കെ എനിക്ക് ആക്സെപ്റ്റബിൾ ആണെന്ന് എനിക്കൊരു വിഷയമല്ല. പറഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു സാധനം വരും, പറഞ്ഞില്ലെങ്കിൽ വരില്ല എന്ന് പറയാം. പിന്നെ കണ്ടുപിടിച്ച് സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയിട്ട് ഈഗിളിനെ കുറിച്ചും സീക്രട്ട് ഏജന്റിനെ കുറിച്ചൊക്കെ കൊണ്ടുവരാൻ മാത്രം അത്ര വൃത്തികേടുകളൊന്നും ഞാനോ ഈഗിളൊന്നും പേഴ്സണൽ ലൈഫിൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ വിഷയവുമില്ല. പിന്നെ ഈഗിളിനെതിരെ ഞാൻ ഇപ്പോൾ ഇതിവിടെ പറയുകയാണ്. ഓക്കെ, ഈഗിളിനെതിരെ അതിഭീകരമായ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഓക്കെ, അതിഭീകരമായ ഗൂഢാലോചന. ഈഗിളിനെതിരെ കുറേ പേര് ഈഗിളിനെതിരെ ഈവൻ സിസ്റ്റത്തിന് വരെ പോയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയോ റോങ് ഇൻഫർമേഷൻ, മിസ്ലീഡിങ് ഇൻഫർമേഷനൊക്കെ കൊടുത്ത് ഭയങ്കര മോശമായ രീതിയിൽ ഈഗിളിനെതിരെ ഒരു ഗൂഢാലോചന നടത്തി ഈഗിൾ എന്ന് പറഞ്ഞ പേഴ്സണെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് ആ ടെലിഗ്രാം സീൻ മുതലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഈഗിളിനെ തീർക്കാൻ വേണ്ടിയിട്ട് കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ,
അത് എന്നോട് ഇപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് എനിക്ക് ഐ ഡോണ്ട് നോ, ലൈക്ക് ഈഗിൾ തന്നെ ഈ ഒരു കൺസേൺ എന്നോട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഈ വിഷയം നടക്കുന്നതിന് മുമ്പ് കേട്ടോ. സോ ഈഗിളിനെതിരെ ഒരു എന്താ പറയുക, ഒരു പ്രൊപ്പഗണ്ട, ഒരു കൈൻഡ് ഓഫ് ഗൂഢാലോചന അത് ഓണാക്കി വെച്ച ആളുകളുണ്ട്. അത് അവർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ ഇവന്മാർ പുറത്ത് കൊണ്ടുവരും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, ഹോണസ്റ്റ്ലി സെയിങ്, ഈഗിൾ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് അറിയാം. അയാളെ നിങ്ങൾ എത്ര ഗൂഢാലോചന നടത്തി തകർക്കാൻ നോക്കിയാലും പേഴ്സണൽ ലൈഫിൽ ആ മനുഷ്യൻ ക്ലീൻ ആണ് എന്നുള്ളത് എനിക്കും പേഴ്സണലി അറിയാം, ഈഗിളിനെ അടുത്തറിയുന്നവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മറ്റേ ചവറ് സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കിയാൽ തിരിച്ച് 8ൻ്റെ പണി നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞ് കൊത്തും എന്നുള്ള രീതിക്കുള്ള എന്താ പറയുക ഫേക്ക് സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, പിന്നെ ഫേക്കാ ഒറിജിനലാന്നുള്ളതൊക്കെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ ജനങ്ങൾ തീരുമാനിച്ചോളൂ. ഇതെനിക്ക് പറയണം തോന്നി, കാരണം ഈഗിളിനെതിരെ അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. പിന്നെ ഈഗിൾ തന്നെ ഈ വിഷയങ്ങൾ പുറത്ത് വന്നപ്പോൾ, ഇപ്പോൾ ഷമീർ വിഷയം ആദ്യം തൊപ്പി ലീക്ക് ചെയ്ത് പുറത്തു വിട്ടു. തൊപ്പി പിന്നെ എന്താ പറയുക, ഷമീർ തൊപ്പിക്കെതിരെ, തൊപ്പി ഷമീറിനെതിരെ എന്നൊക്കെ ഈ സാധനങ്ങൾ നടക്കുമ്പോൾ ഈഗിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഗിളിന് ഓൾറെഡി ഈ വിഷയങ്ങൾ അറിയുമായിരുന്നു. കാരണം RPയിൽ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ഷെയ്ക്ക്, നമ്മുടെ ഷമീർ, ഈഗിൾ, ഇതൊക്കെ വിഷയങ്ങളുണ്ടായ സമയത്ത് തന്നെ അത്യാവശ്യം ഇവരുടെ ഗ്യാങ് ഹൗസിലുള്ള പരിപാടികളൊക്കെ ഈഗിളിൻ്റെ അടുത്ത ആൾക്കാർ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈഗിൾ അത് പുറത്തിട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ബട്ട് അവെയറായിരുന്നു. ഞാനും എൻ്റെ കഴിഞ്ഞ രണ്ടാമത്തെ വീഡിയോ, ഈ വിഷയത്തിലിട്ട രണ്ടാമത്തെ വീഡിയോയിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറെക്കുറെ ഒരു വർഷം 1.5 വർഷം മുമ്പ്, 1 വർഷം ഒന്ന് കൂട്ടിക്കോ നിങ്ങൾ, 1 വർഷം മുമ്പ് തന്നെ ഇവർ ഈ പറഞ്ഞ കുറേ അലിഗേഷൻസിൻ്റെ ഒരു സിമിലർ സാധനങ്ങൾ വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിനൊന്നും പ്രൂഫില്ല, കാര്യങ്ങളില്ല, ഒരു ഹിയർസേ പോലെ അറിഞ്ഞിട്ട് പോയിന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ എനിക്കും നമ്മളെ മുനുവിനും ഇത് കൃത്യമായിട്ട് അറിയുമായിരുന്നു ഇങ്ങനെ സാധനങ്ങൾ പുറത്ത് വരും. ഓക്കെ, ബിക്കോസ് ഇവരൊക്കെ തമ്മിൽ ഈഗോ ക്ലാഷുകളുണ്ട്. ഇവൻ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഇവന്മാർക്കൊക്കെ ഈഗോ ക്ലാഷ് അടിച്ചു തുടങ്ങി. അതിന് കാരണം തൊപ്പി തന്നെയാണ്. ഞാൻ തൊപ്പി ലൈവ് ഇടാതെ മാറിപ്പോയി, തൊപ്പി ഇവന്മാർക്ക് റീച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ തൊപ്പി ഷുഡ് മേക്ക് ഷുവർ തൊപ്പി തന്നെയാണ് അവിടുത്തെ ഗ്യാങ് ലീഡർ എന്നുള്ളത്, ഇല്ലെങ്കിൽ ഇവന്മാർ തിരിച്ച് പണിയുന്നുള്ളതൊക്കെ സംഭവിച്ചല്ലോ. ഇനി നമുക്ക് MRC, ഇപ്പം എല്ലാവരും MRC തൊപ്പി, MRC ഷമീർ, ഈ MRC ഷമീർ, MRC എന്താ പറയുക, ഇവൻ മമ്മു, MRC ജാസി എന്നൊക്കെ പറയുന്ന ഇവന്മാരെ MRC വെച്ചതൊക്കെ തൊപ്പി കൊടുത്ത MRC വെപ്പാണ്. അല്ലാതെ ഒറിജിനൽ MRC ഗ്യാങ് ഉണ്ടാക്കിയവരാരും ഈ പറഞ്ഞ തൊപ്പിക്കല്ലാതെ ഇവന്മാർക്ക് ആർക്കും MRC ടാഗ് കൊടുത്തിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ MRC എന്ന് പറഞ്ഞ ഓർഗ് അവരത് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്ത് അവർക്കൊരു നല്ല പാസ്റ്റ് ഉണ്ട്. പ്രസൻറ്റിൽ നിങ്ങൾ ഇവരെ ഈ പറഞ്ഞ അപരാധമാക്കി മാറ്റരുത് MRCനെ. ദയവ് ചെയ്തിട്ട് തൊപ്പി അടക്കമുള്ളവർ MRC എന്നുള്ള ടാഗ് നിങ്ങൾ മാറ്റണം. ബിക്കോസ് അതിൻ്റെ ഫൗണ്ടേഴ്സ്, ഓക്കെ, അവർക്കൊരു തരം ഷെയിമാണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്. ആദ്യം ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് എഗെയിൻ അത് ഈഗിൾ തന്നെ പറയുന്നുണ്ട്, കേട്ടോക്ക്. ഈ MRC എന്ന് പറയുന്നത് മാർസലസ് എന്ന് പേരുള്ള ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. അത് മനസ്സിലായ ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തതാണ്. ഏകദേശം 8 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു ഓർഗാണ് MRC. MRCയിൽ 8 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരു പ്ലെയറാണ് ഞാൻ അവർക്ക് വേണ്ടി, ഞങ്ങൾ കേരളത്തിൽ വേറെ ഒരു ലൈനപ്പുകളും ക്വാളിഫൈ ആവാത്ത സമയത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യ ടൂർണമെന്റ്സ് ക്വാളിഫൈ ആയ ഒരു ലൈനപ്പ് ആയിരുന്നു ഞാൻ, ഗോഗ്, റസിന്, വെനം, പിന്നെ ഈ പറയണത് പോലെ നമ്മുടെ കുറെ പേരുണ്ട് അതിനകത്ത്, ആക്സ്ട്രോളിക്ക്, നോയ്സി ബോയ്, ഇങ്ങനെ കുറെ നല്ല കിഡിലൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലേയേഴ്സും അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമറായ ഗോകു ഉണ്ടായിരുന്ന ക്ലാനാണ് മാർസലസ് എന്ന് പറയുന്ന MRC. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ടൊരു ചെറിയ കഥ പറയാം, എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ VC വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് സംസാരിക്കും. സോ ഇതായിരുന്നു MRC എന്ന് പറയുന്ന ക്ലാൻ. ഈ MRCയിലേക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ, അതായത് ആ സമയത്ത് അവൻ കുറച്ച് ഫാസ്റ്റ് ഫേസ് ചൈനീസ് ഗെയിം പ്ലേ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളും സ്നൈപ്പർ ഷോട്ടും ഒക്കെ ആയിട്ട് വന്ന ഒരു പ്ലെയറാണ് തൊപ്പി. നമ്മുടെ മീറ്റപ്പുകൾക്കാണെങ്കിൽ പോലും തൊപ്പി അങ്ങനെ ജോയിൻ ചെയ്യാറില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ആളെ സ്വഭാവം അല്ലായിരുന്നു അവൻ. ആ സമയത്ത് നമ്മളെ അത് ജോയിൻ ചെയ്തതാണ്.
ജോയിൻ ചെയ്തു. ഇത് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ഒരു ടൈം ആയപ്പം MRC നിന്ന് ഇറങ്ങേണ്ട വന്നു. അതിനുശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള ക്ലാൻ തുടങ്ങി. ഞാൻ പിന്നെ ബ്ലൈൻഡിൽ കയറി. അങ്ങനെയായിരുന്നു എൻ്റെ ജേണി. ഈ സെയിം സൈഡിൽ MRCയുടെ ജേണി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പ് ഒക്കെ ഫോം ചെയ്ത സമയത്ത് ഇതുപോലെ അവർക്കും ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ബൂട്ട് ക്യാമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു അവര്. സോ വൺസ് ഗോകുവിനും ഒക്കെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കിനും അതുപോലെ അശ്വിൻ ചേട്ടന് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ബൂട്ട് ക്യാമ്പ്, അതായത് നിങ്ങൾ ഈ പറയുന്ന MRCയുടെ ഈ തൊപ്പി അടങ്ങുന്ന ഗ്യാങ്ങിന്റെ വീടിനെ പറ്റിയല്ല പറയുന്നത്. അതിന് മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അശ്വിൻ ചേട്ടനാണ്. ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ സമയത്താണ് തൊപ്പിയുടേതായിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ശൈലി, അല്ലെങ്കിൽ ഈ പറയണത് പോലെ അവൻ തന്നെ സമ്മതിച്ച ഈ പറയുന്ന ഐഷോ സ്പീഡിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ ക്യാരക്ടർ വെച്ചിട്ട് അവൻ ഇത് നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു. ഹ്യൂജ് കൗണ്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു. കോൺട്രവേഴ്സീസ് വരുന്നു, എല്ലാം വരുന്നു. ഇപ്പൊ നമ്മളൊന്നും വിചാരിക്കാത്തൊരു രീതിയിലാണ് ഇവര് തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പോയത്. അതുകൊണ്ടിപ്പോ നമ്മള് എല്ലാരുടെ അടുത്തും കൂടിയിട്ടാണ് അന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഓർഗന്റെ പേരിൽ ഒന്നും വേണ്ട. ഞാനിപ്പോ തൊപ്പീനെ വിളിച്ചിട്ടാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങള് ഇതിലൊന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തൊപ്പിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോന്ന് പറഞ്ഞു എന്റെ അടുത്തും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഈ പ്രശ്നത്തിലൊന്നും താല്പര്യം, ഞങ്ങൾ ഇതുവരെ അതിൽ വന്നിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ വേണമെങ്കിൽ ചിലപ്പോ പേര് മാറ്റും, ചിലപ്പോ അങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. കേട്ടല്ലോ നിങ്ങൾ എന്താണ് MRCയുടെ ഒരു ഒറിജിൻ എന്നുള്ളത്. ഓക്കെ, ഒരു ടൈം കഴിഞ്ഞപ്പോൾ ആർക്കും അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ തൊപ്പി ആ ടൈമിൽ അത്യാവശ്യം വ്യൂവേഴ്സ് ഉള്ള ഒരാളായതുകൊണ്ടും MRC ടാഗ് മുന്നിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും അതങ്ങനെ അങ്ങോട്ട് തൊപ്പിയുടെ കൈകളിലേക്ക് കംപ്ലീറ്റ് ആയി പോയി. പിന്നെ നമ്മൾ കണ്ടത് തൊപ്പിയുടെ സ്ക്രിപ്റ്റാണ്. ഏത് MRCക്ക് ഇതിനൊരു ഹെഡ് ഉണ്ട്, ഞാനല്ല ഇതിൻ്റെ ഹെഡ്, ഇവർക്കൊക്കെ സാലറി ഉണ്ട്, ഇവരൊക്കെ MRC ഷമീറായി, MRC മമ്മുവായി, MRC ജാസിയായി, അങ്ങനെ ആയി. പിന്നെ അവർ ഓഡീഷൻസ് വെക്കുന്നു, 3 നേരം ഫ്രീ ഫുഡ് എല്ലാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് MRCയിലേക്ക് ആളെടുക്കുന്നു, റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു. ഒക്കെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ഐറ്റമാണ്. അല്ലാതെ ഇതിൻ്റെ ഒറിജിനൽ ഫൗണ്ടേഴ്സിനും ഇതിനും നോ ലേനാതേന. ഓക്കെ, അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇവന്മാരോട് ഈ MRC സാധനം റിമൂവ് ചെയ്യണം എന്ന് ഇവർ ഇതിൻ്റെ ഫൗണ്ടേഴ്സിനെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾറെഡി ഷമീറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഷമീർ ബൈ ദ വേ ഇന്നലെ വന്ന് എന്നോട് എൻ്റെ നമ്പറൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. എനിക്കറിയില്ല എന്തിനാണ്. നമ്പർ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രൊഫൈൽ എടുത്തപ്പോഴത്തേക്ക് അത് പിന്നെ റോഗ് ഷമീർ അതിനെന്തോ ഒരു പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ MRCക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കാണാനുമില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഈ വിഷയങ്ങൾ ഇങ്ങനെ തീർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത്. നമുക്കൊന്നുമില്ലടാ, നമുക്കിത് ഇടുക, വർത്തമാനം പറയുക, കാശുണ്ടാക്കുക, പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഏതിൻ്റെ മുകളിൽ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ട് പോവാതിരിക്കുക, മനസ്സിലായോ? ഈ കണ്ടതും കേട്ടതും നമുക്കെതിരെ വരുന്നതും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചില സാധനങ്ങൾ നമ്മളെ പ്രൈവറ്റ് ലൈഫിൽ പ്രൈവസിക്കകത്ത് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ സ്വഭാവം ഭയങ്കര, എല്ലാവരും മറ്റേ യേശുക്രിസ്തു എന്ന് പറയാൻ പറ്റും. എല്ലാവരും പടച്ചമ്പരാനൊന്നും ഇല്ലല്ലോ. ആണോ? അല്ല, ഞാനും അല്ല. ഞങ്ങളൊക്കെ പ്രൈവറ്റായിട്ടുള്ള സമയത്ത്, ഞാൻ ഫ്രണ്ട്സൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മളൊക്കെ പല കൗണ്ടേഴ്സ് അടിക്കും, പല കമൻ്റ് അടിക്കും, പലതും ചെയ്യും. ആരും നന്മേനുള്ളികളൊന്നുമല്ല. ഓക്കെ, പക്ഷെ അതൊക്കെ ചതിക്കാൻ വേണ്ടി, പിന്നൊന്ന് കുത്താൻ വേണ്ടി തമ്മിൽ എടുത്തു വെച്ച് പിന്നെ ഒരു ടൈമിൽ യൂസ് ചെയ്യും എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാങ്ങിൽ നിന്ന് മാറിപ്പോവുക, അത്രേ പറയാനുള്ളൂ. സോ അങ്ങനെ ചെയ്ത സാധനങ്ങളും പറഞ്ഞ സാധനങ്ങളൊക്കെ ഇനി ഏതിൻ്റെ തലയിലിട്ടിട്ട് രക്ഷപ്പെടാനാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ എഗെയിൻ മണ്ടന്മാരാവാൻ നിൽക്കണ്ട. കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുത്തിട്ട് പോവുക, അന്വേഷണം വരുന്നത് ഫേസ് ചെയ്യുക. പിന്നെ ഇനി രണ്ടാമത് വന്നിരുന്ന് എന്ത് പറയരുത്, നന്മമരങ്ങളാണെന്ന് പറയരുത്. കണ്ടൻറ്റുകൾ ചെയ്ത് പോയിക്കോ, ആക്സെപ്റ്റ് ചെയ്യുന്നവർ ആക്സെപ്റ്റ് ചെയ്യട്ടെ, ഒപ്പം നിൽക്കുന്നവരൊപ്പം നിൽക്കട്ടെ. എനിക്ക് കുറച്ച് പാടാണ് ഇനി ഇവന്മാരെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പേഴ്സണലി. ഓക്കെ, അത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളിലാണെങ്കിലും കണ്ടൻറ്റ് ഓബിയസ്ലി വന്നാൽ ചെയ്യും, ദിസ് ഈസ് മൈ ജോബ്. പക്ഷെ അല്ലാതെ അതിനപ്പുറം മുനവറിനായിട്ടൊരു പേഴ്സണൽ
ബോണ്ട് വയ്ക്കാൻ എനിക്കിപ്പോഴും താല്പര്യമുണ്ട്. അല്ലാതെ ആ ഗ്രൂപ്പിൽ ഈവൻ തൊപ്പിയായിട്ടാണെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി അവൻ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ളൊരു, പണ്ട് എനിക്കൊരു സാധനം ഉണ്ടായിരുന്നു തൊപ്പിയോട്. എന്തൊക്കെയാണെങ്കിലും സ്ട്രഗിൾ ചെയ്ത് കയറി വന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ നിന്ന് കയറി വന്നു, അതിന്നൊക്കെ അവൻ്റെ ഫേസൊക്കെ മാറി. മനസ്സിലായോ? അതിന്നൊക്കെ മാറി ഒരു അറഗൻസിയുടെ ഫേസൊക്കെ വന്നു. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടും കണ്ടും ഇതൊക്കെ ആയപ്പോഴത്തേക്ക് വേണ്ട, അങ്ങനത്തെ സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും അവരവരുടെ വഴിക്ക് പോട്ട്. മുനു വിൽ ബി ദെയർ. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പോകും. ദാറ്റ്സ് ഇറ്റ്.